ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? ഞാൻ പുട്ടിയിടുന്നതുകൊണ്ട് മോൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ മോള് ചോദിച്ചു ജാസി ആണാണോന്ന് ചോദിച്ചാൽ അല്ല, പെണ്ണാണോന്ന് ചോദിച്ചാൽ അല്ല. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കാണ്, മോള് പെണ്ണാണോ? ജാസി ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. മോള് പറയുന്നതല്ലേ, ഇപ്പൊ മോള് എന്നോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് മോള് പറയുന്നതാണ് ഞാൻ പെണ്ണാണെന്നുള്ളത്. തെളിവ് എന്താ ഉള്ളത്? കാണിച്ചു തരാം. എവിടെ? ഞാൻ എന്റെ ജെൻഡർ എന്താണോ ലേഡി എന്നുള്ളൊരു ജെൻഡറിൽ ഞാൻ നിന്നു, ഞാൻ കല്യാണം കഴിച്ചു, ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്. മോള് പെണ്ണാണെന്നുള്ളതിന്റെ തെളിവ് എന്താ? കുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിലുണ്ടോടാ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെയിൽ ആണെന്ന് പറഞ്ഞു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നെ അത് ഫീമെയിൽ, ഞാനൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജാസിന്റെ ജെൻഡർ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കടക്കം മലയാളികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡൗട്ടാണിത്. നീ ആരാ മോനെ, ഏത് വകുപ്പാ? സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറയാം, ഞാൻ ട്രാൻസ് ആണ്. ഈ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ തുണി കാണിച്ചു കൊടുക്കണം. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഐ ഡി കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. എന്നിട്ട് മതി ബാക്കി വർത്താനം.